ഈ സമയത്ത് നമ്മുടെ ഇ പി ജയരാജൻ ഇടതുപക്ഷ മുന്നണി കൺവീനറാ. ഈ സെക്രട്ടറി സ്ഥാനം കൊടുക്കാൻ പറ്റാതെ പോയതിന് കൊടുത്തൊരു പോസ്റ്റാ, തസ്തികയാ, പദവിയാ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പാർട്ടി എന്ത് ചെയ്തു? സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റിലെ ഈ തീരുമാനം, അതിൽ ഇ പി ജയരാജൻ പങ്കെടുത്തിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ തീരുമാനിച്ചതോടെ അദ്ദേഹം പിറ്റേന്ന് നടന്ന സംസ്ഥാന കമ്മിറ്റിക്ക് നിൽക്കാതെ കണ്ണൂർക്ക് പോയി. ഇതാരാ ചെയ്തത്? അദ്ദേഹത്തിന്റെ ഈ കൺവീനർ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചതാരാ? വലതു ശക്തികളാണോ? കോൺഗ്രസ് ആണോ? BJP ആണോ? അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആണോ? അല്ലല്ലോ. ഈ വിവാദം ഉണ്ടായപ്പോഴേ ഏറ്റവും വലിയ സുഹൃത്തായ സംരക്ഷനായ പിണറായി വിജയൻ എന്തെങ്കിലും പറഞ്ഞോ? അദ്ദേഹത്തെ സഹായിച്ചോ? അല്ലെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചോ? ഇല്ലല്ലോ. പരസ്യമായിട്ട് ജയരാജൻ സഖാവിനെ വിമർശിക്കുക ചെയ്തത്. ഈ ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള കൂട്ടുകെട്ടെ പിണറായിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞ വാചകം ഓർമ്മയുണ്ടോ? ശിവൻ പാപിയെ തൊട്ടാൽ ശിവനും പാപിയാകുമെന്ന്. അതിന്റെ അർത്ഥം എന്തുവാ? പൂർണ്ണമായിട്ട് പിണറായി വിജയൻ നമ്മുടെ സഖാവിനെ ഇ പി ജയരാജനെ അങ്ങ് തള്ളിക്കളഞ്ഞു.